അപ്പോൾ ജെയ്മെയിൻ എക്സാം നടക്കുന്ന സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് ഡേ 3 ആണ്. സോ ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എക്സാം കഴിഞ്ഞ് ഇപ്പോൾ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും വരുന്നതായിരിക്കും. സോ വിദ്യാർത്ഥികൾ വന്നു കഴിയുമ്പോൾ ഇവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. സോ അതിനായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് നേരെ പോകും. അവരുടെ ആ ഒരു എക്സാം എക്സ്പീരിയൻസ് ഷെയറിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എളുപ്പമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി എളുപ്പമായിരുന്നു. മാത്സ് ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. മൊത്തത്തിൽ മുമ്പത്തേക്കാളും എളുപ്പമായിരുന്നു. ബ്രില്യൻ നടത്തിയ മോഡൽ എക്സാമിനെക്കാട്ടി എളുപ്പമായിരുന്നു. അതെ, ഫിസിക്സും കെമിസ്ട്രി അങ്ങനെയാണ് വന്നത്. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ഈസി ആയിരുന്നു. മാത്സ് കുറച്ച് മോഡറേറ്റ് ആയിരുന്നു. നമ്മുടെ ബ്രില്ലിൻ്റെ വീക്ക്ലി എക്സാമിനെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഇടയ്ക്ക് ഡൗട്ട് ബ്രില്ലിൻ്റെ എക്സാമാണ് എഴുതുന്നത്. അത്രയ്ക്ക് സിമിലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കുറേ. ഫിസിക്സ് കെമിസ്ട്രി ഓക്കെ ആയിരുന്നു. ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് കെമിസ്ട്രി ആണോ? എനിക്ക് ഫിസിക്സ് തോന്നിയത്. കെമിസ്ട്രി തോന്നി. ടഫായിട്ട് തോന്നിയത് മാത്സ്. ടൈം കിട്ടിയായിരുന്നോ? ടൈം കിട്ടിയായിരുന്നു. മാത്സ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടായിരുന്നു. പക്ഷേ ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. കൂടുതൽ ഓർഗാനിക് ആയിരുന്നു? ഇനോർഗാനിക്കും ഓർഗാനിക്കും ചോദിച്ചു. ഫിസിക്കൽ കുറവായിരുന്നു. ഇനോർഗാനിക്കും ഒരേ രീതിയിൽ ചോദിച്ചു. എന്തായാലും ഓവറോൾ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ ജെയ്മെയിൻ ഫസ്റ്റ് സെഷൻ എക്സാം മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ കൂടെ കുറച്ച് മിടുക്കികളുണ്ട്. അപ്പം നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സാം എങ്ങനെ ചോദിച്ചു നോക്കാം. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കെമിസ്ട്രി ഈസി ആയിരുന്നു, എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷേ ഫിസിക്സ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവലായിരുന്നു. പക്ഷേ മാത്സ് ഇത്തിരി ടഫായിട്ട് ഫീൽ ചെയ്തു. കെമിസ്ട്രിക്ക് ആണെങ്കിൽ എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയൊക്കെയാണ്? അപ്പം ഓർഗാനിക് ആണോ കൂടുതൽ ഇനോർഗാനിക് ആണോ ഏതാണ്? എല്ലാം മിക്സ്ഡ് ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കാൽക്കുലേഷൻ വൈസ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫിസിക്സ് അത്യാവശ്യം കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. മാത്സിന് ഭയങ്കര ടഫായിട്ട് തോന്നി. ഓവറോൾ കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് ലെവലോ കുഴപ്പമില്ല. കെമിസ്ട്രി കുറേ ചെയ്യാൻ പറ്റിയിരുന്നു. ഫിസിക്സും കുഴപ്പമില്ല, നന്നായിരുന്നു. മാത്സ് ആയിരുന്നു കുറച്ച് ടഫ്. പിന്നെ കെമിസ്ട്രി എല്ലാം ഉണ്ടായിരുന്നു. ഇനോർഗാനിക്കും ഉണ്ടായിരുന്നു. ഓർഗാനിക് പക്ഷേ കുറവായിരുന്നു ഇനോർഗാനിക് കമ്പാരിറ്റീവ്ലി. കുഴപ്പമില്ലായിരുന്നു. ഇത് തന്നെ സംഭവം, വേറെ ഒന്നുമില്ല. ഫിസിക്സും കെമിസ്ട്രിയും അത്യാവശ്യം കുഴപ്പമില്ലാത്തായിരുന്നു. മാത്സ് കുറച്ച് ടഫായത്. മാത്സ് കെമിസ്ട്രി എളുപ്പമായിരുന്നു. ഫിസിക്സ് പിന്നെ ചെയ്യാൻ പറ്റിയ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ മാത്സ് കുറച്ച് പാടായിരുന്നു. ഓവറോൾ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ മറ്റു കുറച്ച് കുട്ടികളോട് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ഇവരോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, മോൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കെമിസ്ട്രി ഫിസിക്സ് ഈസി ചെയ്യുന്നു. മാത്സ് കുറച്ച് ലെങ്ത് ചെയ്യുന്ന പ്രോബ്ലംസ് പക്ഷേ ചെയ്യാൻ കിട്ടുന്നാലും ഒരു മോഡറേറ്റ് പ്രതീക്ഷ തന്നെ. പിന്നെ ഓർഗാനിക് കുറച്ച് കൂടുതലായിരുന്നു. ഓർഗാനിക്കാണ് കൂടുതൽ, മെജോറിറ്റി ഓർഗാനിക്കാണ്. കെമിസ്ട്രി ഫിസിക്സ് എല്ലാം മിക്കവാറും ചെയ്യാൻ പറ്റണമൊക്കെ. പിന്നെ ഡയറക്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനത്തെ ടഫാണ് ഈസി ആണെന്ന് തോന്നിയത് ഏതാണ്? എനിക്ക് ഏറ്റവും ടഫ് മാത്സ് ആയിരുന്നു. ഏറ്റവും ഈസി കെമിസ്ട്രി. ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം അത്യാവശ്യം എളുപ്പം തന്നെയായിരുന്നു. മാത്സ് ആയിരുന്നു കുറച്ച് ആ ഒരു ലെങ്തിനെസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫ് അതാണ് മാത്സ് ആണ്. പിന്നെ കെമിസ്ട്രി എല്ലാം അത്യാവശ്യം നല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ചോദിച്ചത്. പിന്നെ ഫിസിക്സ് ന്യൂമറിക്കൽ കുറച്ച് ടഫായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ. ഇവർ പറഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു. മാത്സ് മാത്രം കുറച്ച് ഹാർഡായി തോന്നി. അതെ കമ്പാരിറ്റീവ്ലി മൊത്തത്തിൽ എളുപ്പമാണ് എക്സാം. ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്തങ്ങാണ്ട് ഉത്തരം കിട്ടുന്ന രൂപത്തിലാണ്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഇതുവരെയുള്ള എല്ലാ എക്സാം എഴുതിയ ഒരു കുട്ടിക്ക് എന്തായാലും ഇത് കിട്ടും. അത്രയും രൂപത്തിലെ എക്സാം. ഓൺലൈനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ എക്സാം കുറേ അറ്റൻഡ് ചെയ്ത്, അപ്പോൾ അതേ ഒരു എക്സ്പീരിയൻസ് പ്രാക്ടീസ് ഉണ്ടല്ലോ. അതെ ആ ഒരു പ്രാക്ടീസ് ആ ഒരു സെയിം മോഡലായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. കെമിസ്ട്രി ഉള്ളതിൽ കെമിസ്ട്രി ഏറ്റവും സിമ്പിള്. അതിൻ്റെ അകത്ത് ഓർഗാനിക് കുറേ ചോദിച്ച് നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഓർഗാനിക് നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഫിസിക്സ് കുഴപ്പമില്ല, അത്യാവശ്യം അറ്റൻഡ് ചെയ്ത്. പിന്നെ പറയാമല്ലോ മാത്സ് ലെങ്തി ആയിട്ട് വന്ന്. പിന്നെ ഓവറോൾ എബവ് ആവറേജ് എക്സാം. കുഴപ്പമുണ്ടായില്ല. ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയായിരുന്നു. വലിയ കുഴപ്പമില്ല, ചെയ്തെടുക്കാം. സിമ്പിളായിരുന്നു. ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ഒക്കെ നമുക്ക് ഒറ്റ വായനയിൽ കിട്ടണേ ഏകദേശം സിമ്പിൾ. ഓർഗാനിക്കും കുറച്ചധികം ചോദിച്ചു. പ്രശ്നം റിയാക്ഷൻസ് ഒന്നും വലിയ പ്രശ്നമില്ലാത്ത റിയാക്ഷൻസ്. ഇഷ്ടംപോലെ വിദ്യാർത്ഥികളുണ്ട്. സോ നമുക്ക് നേരെ ഇവരോട് ചെന്ന് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചറിയാം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പ്രതീക്ഷിച്ചതിൽ എളുപ്പമായിരുന്നു. ബ്രില്യൻറ്റിലെ മോഡൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതായാലും ഭയങ്കര സിമ്പിളായിരുന്നു. ഏറ്റവും ടഫായിട്ട് തോന്നിയതാ? മാത്സ് തന്നെ യൂഷ്വൽ. ബട്ട് ഈസി കെമിസ്ട്രി എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ബട്ട് ഈ പ്രാവശ്യം ന്യൂമറിക്കൽ സെക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഫിസിക്കൽ കെമിസ്ട്രി ആയിരുന്നു. ഒരു പ്രത്യേകത പറയാനുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു?
കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റി. മിക്ക ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റി. ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി എളുപ്പമായിരുന്നു. കാരണം വെച്ചാൽ മിക്കതും ഇത് അതേ ഫോർമാറ്റിൽ തന്നെ വന്നു. സോ ചെയ്യാൻ പറ്റി. ഓനെങ്ങനെ ഉണ്ടായിരുന്നു? സെയിം, വ്യത്യാസമൊന്നുമില്ല. എല്ലാ മെയിൻസ് എക്സാം പോലെ തന്നെ. പക്ഷേ ഡിലീറ്റഡ് ടോപ്പിക്കിൽ നിന്ന് ഏതോ ഒരു ക്വസ്റ്റ്യൻ വന്ന പോലെ തോന്നി. മാഗ്നറ്റിസം, എർത്ത് മാഗ്നറ്റിസം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ഡിലീറ്റഡ് ആണോ അതോ കോൺസെപ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ മാത്സൊക്കെ സെയിം ലെങ്തി സമയമെടുക്കുന്നു. പിന്നെ കെമിസ്ട്രി ഈസി ആയിരുന്നു. ഫിസിക്കൽ കുറച്ചുകൂടി കൂടുതൽ കണ്ടുണ്ട്. ഓർഗാനിക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 1-2 മാത്രമേ കുറച്ചുകൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ടാവും. പിന്നെ ഫിസിക്സും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്. ഈസി അല്ല, ഭയങ്കര ടഫും അല്ല, ബട്ട് ഡുവബിൾ. നിങ്ങൾ ഈ ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഫിസിക്സും കെമിസ്ട്രിയും അത്യാവശ്യം എളുപ്പമായതുകൊണ്ട് മാത്സിന് കുറേ ടൈം കൊടുക്കാൻ പറ്റി. നോർമലി ബ്രില്യൻ്റ് എക്സാംസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. സോ അതൊരു ബെനിഫിറ്റ് പോലെ എനിക്ക് തോന്നി. നിങ്ങളോ ഓനെങ്ങനെ? ഞാൻ ആദ്യം മാത്സ് ചെയ്യാറ്, പിന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി. ഇപ്പോൾ ഞാൻ സമയം ലാഭിക്കാൻ എനിക്ക് മാത്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ മറ്റേ സബ്ജക്റ്റിലോട്ട് ചാടും. ഇപ്പോൾ ഫിസിക്സ് കിട്ടിയില്ലെങ്കിൽ കെമിസ്ട്രി, അങ്ങനെ ചാടി. ഓനെങ്ങനെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ? ടൈം മാനേജ്മെൻറ്റ് ഞാൻ ഏത് ഭാഗത്താണ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് കുറവ് ചെയ്തത്. അതായത് മാത്സ് ഞാൻ അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അത്യാവശ്യം സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ ഈസി ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിപ്പോയി മാർക്ക് ചെയ്തിട്ടു. പിന്നെ അതുപോലെ തന്നെ ഫിസിക്സൊക്കെ ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ സ്പോട്ട് ചെയ്തു പോയി. കെമിസ്ട്രിയും ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് ചെയ്തു പോയി. പിന്നെ സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ടായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വന്നു. അങ്ങനെയാണ് ഓരോ ചെയ്തത്. ഓനെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി എളുപ്പമായിരുന്നു. ഫിസിക്സ് മോഡറേറ്റ്, മാത്സ് ലെങ്തി ആയിരുന്നു. കൂടുതലും ടഫായിരുന്നു. മാത്സ് ടഫായിരുന്നാണ് കൂടുതൽ പേര് പറഞ്ഞത്. മോനും അങ്ങനെ തന്നെയാണ്? മാത്സ് ടഫായിരുന്നു. ഭയങ്കര വലിയ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. നല്ലപോലെ ചെയ്യാൻ, അത് ലെങ്തി ആയിരുന്നു മാത്സ്. ടൈമൊക്കെ ഇഷ്ടംപോലെ കിട്ടിയായിരുന്നു? ടൈം അത്യാവശ്യം എല്ലാം ചെയ്യാൻ പറ്റി, മാനേജ് ചെയ്തു. ചെയ്തു. ഓവറോൾ മോഡറേറ്റ് ആണെന്നാണ് പറയുന്നത്. മോഡറേറ്റ് എക്സാം ഇന്നലത്തെക്കാളും ടഫായിരുന്നു ഇച്ചിരി കൂടെ. പിന്നെ മോഡറേറ്റ് പേപ്പർ മൊത്തം. ഡിലീറ്റഡ് ടോപ്പിക്സ് ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് പറഞ്ഞു. 2 ഫിസിക്സിലുണ്ടായിരുന്നു, 2 ഡിലീറ്റഡ് ആയിരുന്നു. അത് ശ്രദ്ധിച്ച ഫിസിക്സ് 2 കണ്ടു. കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. മാത്സും ഇല്ലെന്ന് തോന്നുന്നത്. എന്തായാലും ഓവറോൾ കുഴപ്പമില്ല. ഓനെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എല്ലാം മോഡലിൻ്റെ രീതി പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു, ചെയ്യാൻ പറ്റി. മാത്സ് ഇച്ചിരി പാടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി മോഡറേറ്റ്. ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് കെമിസ്ട്രി ആണല്ലേ? കെമിസ്ട്രി തന്നെ. കൂടുതലും എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് കെമിസ്ട്രിയിൽ? ഇൻഓർഗാനിക്കാണ് കുറച്ച് കൂടുതൽ അങ്ങ് തോന്നിയത്. ഓർഗാനിക് ഉണ്ടായിരുന്നു, ബട്ട് ഈസിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു. ഫുള്ള് ഫോർമുല ഡയറക്റ്റ് എടുത്ത് കിട്ടും. കെമിസ്ട്രി എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് അല്ലേ തോന്നിയത്. പക്ഷേ ഓർഗാനിക്കിന് കൂടുതൽ വെയിറ്റേജൊന്നും തോന്നിയിട്ടില്ല. അപ്പം പിന്നെ മാത്സ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. ഷോർട്ടസ്റ്റ് കണ്ടിട്ടൊക്കെ ലെങ്തി ആയിട്ട് തോന്നി. കുഴപ്പമില്ല. എക്സ്പെക്ട് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണോ വന്നത്? ഏകദേശം കഴിഞ്ഞ പോലത്തെ പാറ്റേൺ അല്ല, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ബ്രില്യൻറ്റിൻ്റെ മോഡൽ ഏകദേശം ഒരുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് വന്നിരുന്നു. വലിയ കുഴപ്പം തോന്നുന്നു. ചെയ്ത് പഠിച്ചുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. മോനെങ്ങനെ ഉണ്ടായിരുന്നു? പ്രശ്നമില്ലാണ്ട് കിട്ടീന്, കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ കെമിസ്ട്രി പ്രശ്നമില്ലാണ്ട് ചെയ്യാൻ പറ്റീന്. മാത്സ് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത്. പിന്നെ ഫിസിക്സും ചെയ്യാൻ പറ്റീന്. മോഡലിന് വന്ന ടൈപ്പ് പോലെ തന്നെയാണ് വന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഇവരോടും എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സാം എന്ന് ചോദിച്ചു നോക്കാം. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കെമിസ്ട്രി നല്ലതായിരുന്നു. ഫിസിക്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നീറ്റിൻ്റെ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. മാത്സ് കുറച്ച് പാടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി നല്ലതായിരുന്നു. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നീറ്റ് ബാച്ച് ആയതുകൊണ്ട് മാത്സ് കുറച്ച് ടഫായിരുന്നു. മാത്സിൽ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഫിസിക്സും കെമിസ്ട്രി അറ്റൻഡ് ചെയ്യാൻ പറ്റി. നമ്മൾ നേരത്തെ ജെയുടെ മോഡൽ എഴുതിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റി. കാരണം അത്ര ഒരു ടഫ് ആയിരുന്നില്ല. അപ്പം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എഴുതാൻ പറ്റി ഫിസിക്സൊക്കെ. ഫിസിക്സും കെമിസ്ട്രിയും നല്ല എളുപ്പമായിരുന്നു. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അറ്റൻഡ് ചെയ്യാൻ പറ്റി നന്നായിട്ട്. കെമിസ്ട്രി ആണെങ്കിൽ കൂടുതൽ ഓർഗാനിക് ആണോ ചോദിച്ചത്? ഓർഗാനിക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഓർഗാനിക്. നല്ല പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരുന്നു. ഓർഗാനിക്കും ഒക്കെ ഓൾമോസ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഏറ്റവും ടഫായിട്ട് തോന്നിയത് മാത്സ് ആണല്ലേ? അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം മാനേജ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അത് ഓരോന്നിനും ഓരോ മണിക്കൂർ വെച്ച് കെമിസ്ട്രി കുറച്ചിട്ട് ഫിസിക്സിനും മാത്സിനും കുറച്ച് കൂടുതലെടുത്തിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ബ്രില്യൻ്റിൽ ഇപ്പോൾ എക്സാം ചെയ്ത് ശീലിച്ചുകൊണ്ട് നമുക്കറിയാം ഏത് സബ്ജക്റ്റിനാണ് അധികം ടൈം അലോട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ കെമിസ്ട്രി കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അതിന് നമുക്ക് അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും ടൈം നമുക്ക് വേണ്ടി വരില്ല. അപ്പം നമ്മൾ അതിന് ടൈം കുറച്ചിട്ട് ഫിസിക്സിനും മാത്സിനും കൂടി അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ആണോ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്? നമ്മുടെ മോഡൽസ് അല്ലാതെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രില്യൻറ്റിൻ്റെ മോഡൽസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ UCED ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ UCED ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ JEE ആണ് പിന്നെ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സാം എന്ന് പറയുമ്പോൾ ഓവറോൾ മോഡറേറ്റ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് അത്യാവശ്യം ലെങ്തിയാണ്.
അതായത് എബോവ് ആവറേജ് ലെവലാണ് ടഫ്. പിന്നെ ഫിസിക്സ് ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കൊരു 80% സ്കോർ ചെയ്യാം. കെമിസ്ട്രി സിമ്പിളായിരുന്നു. ഓൾക്കോ മാത്സ് അത്യാവശ്യം ഒരു എബോ ആവറേജ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. പിന്നെ കെമിസ്ട്രി നല്ല ഈസിയായി ഫീൽ ചെയ്തു. പിന്നെ ഫിസിക്സ് ഒരു 90% എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. കെമിസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത്, ടഫായിട്ട് തോന്നിയത് മാത്സ്. അതെ. നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മാത്സിന് ടൈം തികയില്ലായിരുന്നു. കെമിസ്ട്രി പിന്നെ ഈസി ആയിട്ട് ആദ്യം തന്നെ ചെയ്ത് തീർത്തു. ബാക്കി ടൈം ഫിസിക്സിന് യൂസ് ചെയ്തു. അങ്ങനെ മാനേജ് ചെയ്തു. കെമിസ്ട്രിക്ക് വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ. ഫിസിക്സും അതിൻ്റേതായ സമയം തന്നെ എടുത്തുള്ളൂ. പക്ഷേ മാത്സ് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. നല്ല രീതിയിൽ എഴുതിയെന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും ഓവറോൾ ഒരു ആവറേജ് ആണോ അതോ മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു അല്ലേ? മോഡറേറ്റ് ലെവൽ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.